ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഏപ്രിൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്കത് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ ആൻഡ് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. അവിടെ വേറെ തരത്തിലാണ് വീഡിയോസ് ഉള്ളത്. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ DM ചെയ്യാം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം വെച്ചാൽ, പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽ വേണം വെച്ചാൽ അവിടെയും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ആൻഡ് എൻ്റെ ചാനലിൻ്റെ ഒരു മെമ്പർഷിപ്പ് ലിങ്ക് ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. ലിങ്ക്, ജോയിൻ ചെയ്യണ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അത് അവിടെ കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മാസത്തിൻ്റെ, ഏപ്രിൽ മാസത്തിൻ്റെ റീഡിങ് മെസ്സേജസ്, അത് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിബ്ര, നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഏപ്രിൽ മാസത്തിൽ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ഓവറോൾ എനർജിയാണ് 9 of Wands. നിങ്ങളുടെ പാസ്റ്റിൽ 2 of Swords ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി 6 of Swords. നിങ്ങൾക്ക് വരാൻ പോണ എനർജി Ace of Swords. ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ 8 of Wands. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് King of Wands. സർപ്രൈസ് ഫാക്ടറിൽ Page of Cups. ഔട്ട്കം ഇത്, ഈ കാർഡ്. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ ഓവറോൾ എനർജി 9 of Wands ആണ്. മനസ്സിലൊരു പേടിയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞ ഒരു ഈ പേടി എന്താ വെച്ചാൽ ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുക എന്ന് അറിയാത്ത ഒരു പേടിയാണ് ഇത്. ആക്ച്വലി നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ കുറേ സഹിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ബാഗേജ് ഉണ്ട് ഇപ്പോൾ. അതിൻ്റെ പേടിയാണ് ഇപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പേടി. ഇത് വർക്കൗട്ട് ചെയ്യോ, അത് ശരിയാവോ, എല്ലാം ശരിയാവണം, അങ്ങനെ കുറച്ചൊരു ഹെസിറ്റേഷൻ ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പോൾ ഈ 9 of Wands എന്താണ് ഇവിടെ എനർജി? എന്തോ പുതിയ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പേടി. എന്നുവെച്ചാൽ ഈ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്, പക്ഷെ എന്തോ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഹീലിംഗിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ, ഡിസപ്പോയിൻമെൻറ്റ്സ്, അതിനൊക്കെ നിങ്ങൾ ഇതുവരെ മൂവ് ഓൺ ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഇവിടെ ഹീലിംഗിൻ്റെ ആവശ്യമുണ്ട്. മെൻ്റൽ ഹീലിംഗ്, ഇമോഷണൽ ഹീലിംഗ്, ഫിസിക്കൽ ഹീലിംഗ്. നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലും ഈ മാസം കുറച്ച് സൂക്ഷിക്കണം. ഫിനാൻസസ്, കരിയർ നല്ല പോലെ മുമ്പോട്ട് പോകും. കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, കുറേ പുതിയ ബിഗിനിങ്സ് ഉണ്ടാവും, കുറേ പൈസ നിങ്ങൾ സമ്പാദിക്കും. പറഞ്ഞാൽ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ നല്ല റിട്ടേൺസ് കിട്ടും. പക്ഷേ ഈ കാര്യം, ഹെൽത്തിൻ്റെ കാര്യം, അത് കുറച്ച് സൂക്ഷിക്കാണ്ട്. അതുമാത്രമല്ല, എന്തെങ്കിലും ഒരു മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചൊരു നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ബ്ലോക്ക് ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പേടിയാണ് മുമ്പോട്ട് പോകാൻ സമ്മതിക്കാത്തത്. ഓക്കെ, അപ്പോൾ അത് എവിടെയോ മനസ്സിലൊരു ബ്ലോക്ക് ഉണ്ട് നിങ്ങളുടെ. ഇപ്പോൾ 2 of Swords ആണ് നിങ്ങളുടെ പാസ്റ്റിൽ എനർജി. അപ്പോൾ ഈ 2 of Swords ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പാസ്റ്റിൽ ഒരു വലിയ ചോയ്സ്, ഒരു വലിയ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നു.
ആ ചോയ്സ് ഒരു റിലേഷൻഷിപ്പ് ഇല്ല ഒരു സിറ്റുവേഷൻ ഒരു ജോബിൻ്റെ എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. ഒരു വെർഗോ സൈൻ ഉണ്ട് ഇവിടെ. നിങ്ങൾ ഈ ഡിസിഷൻ എടുത്തപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിലൊരു എൻഡിങ് ഉണ്ടായി. ഈ എൻഡിങ് ഞാൻ പറഞ്ഞ മാതിരി റിലേഷൻഷിപ്പിലായിരിക്കാം, ജോലിയുടെ കാര്യത്തിലായിരിക്കാം, ഫാമിലിയുടെ കൂടെ എന്തെങ്കിലും ഒരു എൻഡിങ് ആയിരിക്കാം, അതല്ല വെച്ചാൽ വീട്ടിൻ്റെ കാര്യത്തിലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഒരു സ്റ്റേബിലിറ്റി ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഉണ്ടാവാണ്ടായി. പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ലൈഫായിരുന്നു. അത് പാസ്റ്റിൽ ആ ഡിസിഷൻ നിങ്ങൾ എടുത്തപ്പോൾ അതിലൊരു വലിയ മാറ്റം വന്നു. അപ്പോൾ ഇവിടെ ഒരു നിങ്ങൾക്ക് ഇവിടെ ഫീലിംഗ് ഉണ്ടായത് എന്താ വെച്ചാൽ ആരോ നിങ്ങളെ ചതിച്ചു, അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ പാസ്റ്റിൽ കാണുന്നത്. ഇതൊരു ഫീമെയിലാണ്, ഒരു ഫെമിനിൻ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം, ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം, ഫ്രണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഞാൻ കാണുന്നത് ഒരു ചതി മാതിരി. പറഞ്ഞാൽ ഈ പേഴ്സൺ എൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തുല്ലോ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷമം ഞാൻ ഇവിടെ കാണുന്നുണ്ട് പാസ്റ്റിൽ. ഇപ്പോൾ ഈ പേഴ്സൺ എന്താ ചെയ്തതെന്ന് അറിയില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ അതിൻ്റെ ഒരു വിഷമമുണ്ട് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ പക്ഷേ ഈ മാസം മൂവ് ഓൺ ചെയ്യണു. 6 of Swords നിങ്ങളുടെ പാസ്റ്റിലുള്ള പ്രോബ്ലംസൊക്കെ വിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടിയും സ്റ്റെബിലിറ്റിയിലേക്കാണ് പോണത്, കുറച്ചുകൂടിയും ഒരു ബാലൻസ്ഡ് ലൈഫിലേക്കാണ് പോണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ വേറെ വീട് ഇല്ലച്ചാൽ വേറെ സ്ഥലത്ത് റീലൊക്കേറ്റ് ചെയ്യാനും ശ്രമിക്കും. അതിൻ്റെ എനർജിയും ഇവിടെ കാണാനുണ്ട്. ട്രാവലിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ 6 of Swords, ഹൈറോഫാന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. പോസിറ്റീവ് ജഡ്ജ്മെൻറ്റാണ്. പക്ഷേ നിങ്ങളുടെ ഇവിടെ ഡിവോഴ്സ് അല്ല വെച്ചാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ. ഇതൊരു ഫാമിലി റിലേറ്റഡ് പ്രശ്നമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മാരേജിലായിരിക്കാം പ്രശ്നം, അതല്ല വെച്ചാൽ ഫാമിലിയുടെ ഉള്ളിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നിങ്ങൾ എന്തോ ഒരു എൻഡിങ് ഇവിടെ കാണാണ്ട്. ആ എൻഡിങ് കഴിഞ്ഞിട്ടൊരു നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്കാണ് പോണത്. എന്തോ നിങ്ങൾ വിട്ടിട്ട് മുമ്പോട്ട് പോണു. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ കുറച്ചുകൂടി ഒരു പീസ്ഫുൾ സമയമാണ് വരാൻ പോണത് ഈ മാസം. ഒരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഈ മാസം ഫ്യൂച്ചറിൽ Ace of Swords ആണ്. അപ്പോൾ ഫ്യൂച്ചറിലൊരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി, ഒരു പുതിയ ഐഡിയ, ഒരു സ്റ്റാഗ്നേഷന് പുറത്ത് വരണ എനർജി. അപ്പോൾ ഈ നിങ്ങൾ ഫീൽ ചെയ്യണത് ഇത്രയും ഹെവി ആയിട്ട് എനർജിയാണ് നിങ്ങളുടെ. കുറേ സാഡ്നെസ് ഉണ്ട്, ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. അതൊക്കെ വിട്ടിട്ട് ഈ മാസം നിങ്ങൾ മുമ്പോട്ട് പോകാനാണ് പറഞ്ഞാൽ. നിങ്ങളിപ്പോൾ അതിനൊക്കെ വിട്ട് മറന്ന് മുമ്പോട്ടാണ് പോണത് ലൈഫിൽ. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പുതിയ ബിഗിനിങ് വരണു. എന്താണ് ഈ പുതിയ ബിഗിനിങ്? വാവ്. അപ്പോൾ കുറേ ഒരു മാനിഫെസ്റ്റേഷൻ്റെ എനർജി ഉണ്ട്. ഒരു വാവ് ബ്യൂട്ടിഫുൾ എനർജിയാണ് ലീബ്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ പോണത് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ്. കുറേ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്ന എനർജി ഇവിടെ കാണാണ്ട്. എല്ലാം ശരിയാവുമെന്ന് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോണേ. ഇവിടെ ട്രാവലിൻ്റെ എനർജി കാണാണ്ട്. അതുമാത്രമല്ല അത്ര വറിയില്ല, സ്ട്രെസ്സില്ല. മുമ്പത്തെ മാതിരി ആ സ്ട്രെസ്സൊക്കെ വിട്ടിട്ട് മറന്നിട്ടാണ് നിങ്ങൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചുകൂടി ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ നല്ല എനർജീസാണ് അവിടെ ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 8 of Wands ആണ്. 8 of Wands കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്. മുമ്പോട്ട് പോകുന്ന എനർജി പറഞ്ഞാൽ അതിൽ ബ്ലോക്സ് ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മാസം കുറച്ച് ബ്ലോക്സ് നിങ്ങൾ ഫേസ് ചെയ്യും. ഒന്നും പറഞ്ഞാൽ മുഴുവനെ മുമ്പോട്ട് പോവില്ല. പറഞ്ഞാൽ എന്തെങ്കിലും തടസ്സം വരാൻ ചാൻസസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷനിലും പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആസ് ഇറ്റ് ഈസ് മെർക്യൂറി റെട്രോഗേഡിലാണ്, വീനസ് റെട്രോഗേഡിലാണ്, എല്ലാം പ്ലാനറ്റ്സ് പിമ്പാത്താണ് മൂവ് ചെയ്യണത്. അപ്പോൾ ഈ പ്ലാനറ്റ്സ് പിമ്പാത്ത് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നാച്ചുറലാണ്. ഓക്കെ, അപ്പോൾ ഒരു
വിഷു കഴിഞ്ഞ് പറഞ്ഞ ഒരു 14th 15th ഒക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടിയും ഈ എനർജി മുമ്പോട്ട് പോകാൻ തുടങ്ങുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഒരു 20th കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അതുവരെ കുറച്ച് സൂക്ഷിക്കണം. ഇവിടെ ഞാൻ കാണുന്നത് അതാണ്, ട്രാവലിലും പ്രശ്നം ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ഈ 8 of Wands എന്താണ്? ഡെവിൽ. അപ്പോൾ കാപ്രിക്കോൺ എനർജി ഇവിടെ അതാണ് ഏറ്റവും വലിയ ടോക്സിക് എനർജി അവിടെയാണെന്ന് ഞാൻ കാണുന്നത്. കുറേ വഴക്കുണ്ടാവാൻ ചാൻസസ് ഉണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം സംസാരിക്കുക. എന്ന് വെച്ചാൽ മറ്റേ പേഴ്സൺ ഇതിനെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എടുക്കണതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ എല്ലാം ക്ലാരിഫൈ ചെയ്യുക. എന്തെങ്കിലും മെയിൽ ഇല്ല വെച്ചാൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് വെച്ചാൽ നല്ല പോലെ അത് ചെക്ക് ചെയ്യണം എന്താ സൈൻ ചെയ്യണമെന്ന്. വേണമെച്ചാൽ ഒരു ലോയറിനെ വെക്കുക, ഇല്ല വെച്ചാൽ വേറൊരു ഫ്രണ്ടിനോട് അത് വായിച്ച് നോക്കാൻ പറയുക. എന്നുവെച്ചാൽ അത് ഡബിൾ ചെക്ക് ചെയ്യണം. എന്തോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കണ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, എഴുതണ കമ്മ്യൂണിക്കേഷനും സൂക്ഷിക്കണം. കിങ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. കിങ് ഓഫ് വോൺസ് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത് പാഷൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കിങ് ഓഫ് വോൺസ്? കിങ് ഓഫ് സോഡ്സ് ഉണ്ട്, അത് നിങ്ങളുടെ എനർജി ആവാം. 2 of Pentacles ഉണ്ട്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനാണ് പറയണത്. നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഈ മാസം കുറച്ചൊരു പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണലിൻ്റെ ഇടയ്ക്ക് ഒരു ബാലൻസ് വേണം. ചില കാര്യങ്ങൾ ചിലപ്പോൾ മുമ്പോട്ട് പോകാനുള്ള കുറച്ചൊരു ഡിലേ ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, കുറച്ച് വേണമെച്ചാൽ വെയിറ്റ് ചെയ്തിട്ട് മതി കാര്യങ്ങൾ കൊണ്ടുപോവാം മുമ്പോട്ട്. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു ഞാൻ ഡിലേ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചൊരു സമയം എടുക്കും കാര്യങ്ങൾ ശരിയാക്കാൻ. അത് പേപ്പർ വർക്ക് ആവാം, ഇല്ല വെച്ചാൽ നിങ്ങളുടെ പ്ലാൻസ് ഉണ്ട് ട്രാവൽ ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ട് വെച്ചാൽ അത് മുമ്പോട്ട് പോവും. പക്ഷെ അത് എവിടെയോ തടസ്സം വരും. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ മെല്ലെ പ്ലാൻ ചെയ്തിട്ട് സമയം എടുത്തിട്ട് മതി ഇതൊക്കെ ചെയ്യുക. എന്നുവെച്ചാൽ ഈ ശരിയായ സമയത്ത് എല്ലാം വർക്കൗട്ട് ആവും, അതാണ് പറയണത് യൂണിവേഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് ഒരു പുതിയ ലവ് റിലേഷൻഷിപ്പാണ്. ഒരു റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പും ആവാം. എന്താണ് ഇവിടെ? നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നിങ്ങളുടെ ഏതോ ഒരു വേറെ ഒരു റിലേഷൻഷിപ്പ്, ഒരു പുതിയ റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ് ആവുക. ആൻഡ് ഇതൊരു വലിയ പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണേ. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് ഫ്യൂച്ചറിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. പക്ഷേ ഇതിൻ്റെ തുടക്കം ഈ മാസമായിരിക്കാം. പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യണത്, സംസാരിക്കണത് അതൊക്കെ ഈ മാസമായിരിക്കാം, ഏപ്രിലിൽ. പക്ഷേ ഇത് ഫ്യൂച്ചറിൽ പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ഈ റിലേഷൻഷിപ്പിനെ ഡെവലപ്പ് ആവാൻ. പക്ഷേ ഫ്യൂച്ചറിൽ ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ ഇത് ചിലവർക്ക് ഇതൊരു പുതിയ ലവ് റിലേഷൻഷിപ്പാണ്, അത് മാരേജിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അതല്ല വെച്ചാൽ ഇതൊരു പുതിയ ജോലി, അതല്ല വെച്ചാൽ ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും ആണ് വെച്ചാൽ മേ ബി ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. 3 of Swords ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ ഔട്ട്കമ്മിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാസം ഞാൻ കാണുന്നത് നിങ്ങൾ കുറച്ച് സമയം എടുക്കേണ്ട ഹീൽ ചെയ്യാൻ. എന്നുവെച്ചാൽ ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ക്വീൻ ഓഫ് വാൻസ് ഉണ്ട്, ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഏസ് ഓഫ് വാൻസ് ഉണ്ട്, ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഞാൻ പറഞ്ഞ മാതിരി ലവ് റിലേഷൻഷിപ്പിലും ഞാൻ ഇവിടെ കാണുന്നത് ചോയ്സ് ഉണ്ടാവും. പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ ആൻഡ് പുതിയ പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. പാസ്റ്റ് പേഴ്സണിനെ ആദ്യം തിരിച്ച് ലൈഫിൽ നിങ്ങളുടെ എടുക്കണോ, അതല്ല വെച്ചാൽ പുതിയ പേഴ്സണിലേക്ക് അവരുടെ ലൈഫിലേക്ക് ഒരു പുതിയ
ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണോ, അതാണ് ഇവിടെ ആ ചോയ്സ് ഉണ്ടാവാൻ പോണേ. അപ്പോൾ അതും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതായിരിക്കും ഈ പുതിയ പേഴ്സൺ. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. സോൾമേറ്റ് കണക്ഷൻ ആണ് ഇത്. അതുകൊണ്ട് കുറച്ചൊരു വിഷമം ഉണ്ടാവും ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ. അപ്പോൾ എന്താണ് ഒറക്കിൾ മെസ്സേജ് നിങ്ങളുടെ? അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ജെമിനായി, ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേരിയസ്, അക്വേരിയസ് ഉണ്ട്, കുറേ ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്. ദർ ഇസ് സംതിങ് ബെറ്റർ. അപ്പോൾ നിങ്ങളെന്താ പാസ്റ്റ് പേഴ്സണിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അങ്ങനെ ഒരു തീരുമാനമാണ് എടുക്കണത് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ദർ ഇസ് സംതിങ് ബെറ്റർ. അപ്പോൾ നിങ്ങൾ എന്താ ഡിസിഷൻ എടുക്കണമെന്ന് വെച്ചാൽ അത് കാട്ടിലും എന്തോ ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയണത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻസ് കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം എടുക്കുക. എന്നുവെച്ചാൽ എന്തോ ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് ഇയർ ഫ്രം നൗ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ ബെറ്റർ ഓപ്ഷൻ വരണത് ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ചേഞ്ച്, ഒരു മാറ്റം വരും നിങ്ങളുടെ ലൈഫിൽ. അപ്പോഴേക്കും നിങ്ങൾ ഇതൊക്കെ മറന്നിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോകണത് വെച്ചാൽ ആ ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കാട്ടിലും ഒരു ബെറ്റർ സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ലീബ്ര, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ മെമ്പർഷിപ്പ്, ഈ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെയും വേണമെച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഈ വീഡിയോസിനെയൊക്കെ വേഗം കാണാൻ വേണ്ടിയിട്ട് അവിടെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.